السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: ഇദാ അസ്ബഹൽ അബ്ദു വലൈസ ഹമ്മുഹു ഇല്ലല്ലാഹ്. ഒരു അടിമ പ്രഭാതത്തിലായി, ആ അടിമയുടെ ഹമ്മ്, അവൻ്റെ ഉദ്ദേശം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ പ്രഭാതത്തിലാകുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ചിന്തകൾ മുഴുവൻ ദുനിയാവിൽ അത് കരസ്ഥമാക്കണം, ഇത് കരസ്ഥമാക്കണം, അവിടെ പോകണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിന്തകളല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് ഒരാൾ നേരം പുലരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടും, അതുപോലെ തന്നെ അയാൾ ഇനി ചെയ്യാൻ നിൽക്കുന്ന കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, തൻ്റെ ജോലി സ്ഥലത്ത് പോകുന്നതാവട്ടെ, തൻ്റെ ബിസിനസ് സ്ഥലത്ത് പോകുന്നതാവട്ടെ, ഇങ്ങനെ തുടങ്ങി ഏത് കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ ഒരാളുടെ ഹമ്മ് അള്ളാഹു ആയിക്കൊണ്ടാണ് ഒരാൾ നേരം പുലരുന്നത് എങ്കിൽ, ഹമല അൻഹു കുല്ലമാ അഹമ്മഹു, ആ മനുഷ്യൻ്റെ മുഴുവൻ പ്രയാസങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. അയാൾക്ക് എന്തൊക്കെ മനസ്സിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടോ, അയാളെ മാനസികമായി തളർത്തിയിരുത്തുന്ന കാര്യങ്ങളുണ്ടോ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശരിയാക്കും. ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ നേരിടുന്നുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റെടുക്കും. മാത്രമല്ല, വഫറഗ ഖൽബഹു ലിമഹബ്ബതിഹി, അവൻ്റെ ഹൃദയത്തെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് വേണ്ടി അള്ളാഹു അതിനെ മാറ്റി നിർത്തുമെന്നാണ്. അള്ളാഹുവിനോട് വല്ലാത്ത ഒരു സ്നേഹം നമുക്കൊക്കെ ഉണ്ടാവും. ആ രൂപത്തിലാണ് നമ്മൾ നേരം പുലരുന്നത് എങ്കിൽ. അതുപോലെ തന്നെ പറയണം, വലിസാനഹു ലിദിക്രിഹി, അവനക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കും. എന്തിന്? അവൻക്ക് അവൻ്റെ പ്രഭാതത്തിലുള്ളതും പ്രദോഷത്തിലൊക്കെ ഉള്ളതായ അദ്കാറുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. വജവാരിഹു ലിതാഅതിഹി, അതുപോലെ തന്നെ അവൻ അനുസരിക്കാൻ വേണ്ടി അവൻ്റെ ജവാരിഹുകൾ, അവൻ്റെ അവയവങ്ങൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ഒരു തൗഫീഖും അള്ളാഹു കൊടുക്കും. നമുക്ക് നിസ്കരിക്കാനാണെങ്കിലും, സുന്നത്ത് നിസ്കരിക്കാനാണെങ്കിലും, അതല്ലാത്ത മറ്റേത് കർമ്മങ്ങൾ നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പക്ഷേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രഭാതത്തിലാകുമ്പോൾ നമ്മുടെ ഉദ്ദേശം അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ളൊരു മുഖ്ലിസായ ഉദ്ദേശമാണ് എങ്കിൽ നമ്മുടെ എല്ലാ ഹൈറായ കാര്യങ്ങളും അള്ളാഹു അതിലൂടെ നടത്തി തരുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.